നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. കോഴിക്കോട് ജില്ലയിലെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു മുസ്ലിം കുടുംബമായിരുന്നു എൻ്റെ ഉമ്മയുടേത്. ഉമ്മയ്ക്ക് ഒരു അനിയത്തി ഉണ്ടായിരുന്നു, സെറീന. എൻ്റെ ഉപ്പ ഗൾഫിലാണ്. കൊച്ചുമ്മയുടെ ഭർത്താവ് ബാംഗ്ലൂരിലുമായിരുന്നു. എൻ്റെ മൂത്തത് രണ്ട് ഇത്താമാരാണ്. അവരെ രണ്ടുപേരെയും വിവാഹം കഴിച്ചയച്ചു. കൊച്ചുമ്മയ്ക്ക് രണ്ട് പെൺകുട്ടികളാണ്. ഒരാളുടെ കല്യാണം കഴിഞ്ഞു, മറ്റേയാൾ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. കുടുംബത്തിലെ ആദ്യത്തെ ആന്തരി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്നെ നല്ല കാര്യമായിരുന്നു. ചെറുപ്പം മുതലേ എല്ലാവരും എന്നെ വളരെ ലാളിച്ചാണ് വളർത്തിയത്. അതിന്റെ ഒരു ശകല അഹങ്കാരം എനിക്കുണ്ടായിരുന്നതാനും. ഇനി കൊച്ചുമ്മയെ കുറിച്ച് പറയാനാണെങ്കിൽ, നല്ല വെളുത്തു തടിച്ച ശരീരവും ചുവന്നു തുടുത്ത തേനൊലിക്കുന്ന ചുണ്ടുകളും, പിന്നെ ഓരോ അവയവങ്ങളെ കുറിച്ച് പറയാൻ പറ്റില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നല്ല നെയ്യുമുറ്റിയ ഒരു പീസ് തന്നെയായിരുന്നു കൊച്ചുമ്മ. ചെറുപ്പം മുതൽ എപ്പോഴും എവിടെ വെച്ച് കണ്ടാലും കൊച്ചുമ്മ എനിക്ക് ഉമ്മ തരും, ഞാൻ തിരിച്ചും കൊടുക്കണം. പണ്ടൊക്കെ അത് ഞാൻ ഒരു ലാളനയായിട്ടാണ് കണ്ടത്. ഇനി നമുക്ക് സംഭവത്തിലേക്ക് വരാം. ഇപ്പോഴെനിക്ക് 22 വയസ്സ് കഴിഞ്ഞു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലിരിപ്പാണ്. ഇത്തമാര് രണ്ടുപേരും അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ ഗൾഫിലാണ്. ഇവിടെ നാട്ടിൽ ഞാനും ഉമ്മയും മാത്രമാണുള്ളത്. ഒരു വർഷം കൂടെ കഴിഞ്ഞ് ഉപ്പ നാട്ടിലേക്ക് ഇങ്ങ് തിരിച്ചു പോരും. പിന്നെ ഞാൻ പോകേണ്ടി വരും. കൊച്ചുമ്മയുടെ വീട് ഞങ്ങളുടെ വീടിന്റെ അടുത്താണ്. അവിടെ കൊച്ചുമ്മയും ഇളയ മകളും മാത്രമേ ഉള്ളൂ. കോളേജിൽ പഠിക്കുമ്പം അല്ലറ ചില്ലറ ഉടായ്പൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കൊച്ചുമ്മയെ ഒരിക്കലും ഞാൻ അങ്ങനെയുള്ള കണ്ണുകൾ കൊണ്ട് കണ്ടിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ രണ്ടാമത്തെ ഇത്തയുടെ പ്രസവം അടുത്തു വന്നത്. ഉപ്പ എന്നോടും ഉമ്മയോടും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നാൽ എനിക്ക് മാത്രം വിസ ശരിയായില്ല. അവസാനം ഉമ്മ മാത്രം പോവാൻ തീരുമാനിച്ചു. പക്ഷെ സ്വന്തമായി ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത എന്നെ ഒറ്റയ്ക്ക് നിർത്താൻ ഉമ്മയ്ക്ക് കഴിയില്ലായിരുന്നു. അവസാനം കൊച്ചുമ്മയുടെ അടുത്ത് എന്നെ നിർത്താമെന്ന് കൊച്ചുമ്മയും ഉമ്മയും പ്ലാൻ ചെയ്തു. അതെനിക്കും സന്തോഷമായിരുന്നു. അങ്ങനെ ഞാൻ കൊച്ചുമ്മയുടെ വീട്ടിലെത്തി. താഴെയും മുകളിലും 2 റൂം വീതമുണ്ടായിരുന്നു. ഞാൻ മുകളിലായിരുന്നു. തൊട്ടടുത്ത റൂമിൽ കുലുസു എന്ന് ഞാൻ വിളിക്കുന്ന കൊച്ചുമ്മയുടെ രണ്ടാമത്തെ മകളും കൊച്ചുമ്മയും താഴെയായിരുന്നു കിടന്നിരുന്നത്. അങ്ങനെ 1 മാസം കടന്നുപോയി. കൊച്ചുമ്മയിലേക്ക് ഞാൻ കൂടുതലും അടുത്തു. ഇടയ്ക്കിടെ തൊടലും തലോടലും അങ്ങനെ മാത്രമായൊക്കെ കടന്നുപോയി. ആൺമക്കളില്ലാത്തത് കൊണ്ട് കൊച്ചുമ്മയുടെ ഭർത്താവ്, അതായത് എൻ്റെ കൊച്ചാപ്പ, എന്നെ വലിയ കാര്യമായിരുന്നു. വല്ലപ്പോഴും മാത്രമേ വിളിക്കൂ, എന്നാൽ വിളിക്കുമ്പോഴൊക്കെ എന്നെ ചോദിക്കും. അങ്ങനെ മഴക്കാലം വന്നു. രാത്രികളിൽ നല്ല ഇടിയും മിന്നലുമായി മഴ പെയ്യാൻ തുടങ്ങി. കൊച്ചുമ്മയ്ക്ക് താഴെ കിടക്കുന്നത് പേടിയാവാനും തുടങ്ങി. മുകളിലേക്ക് വന്ന് കിടന്നോളാൻ പറഞ്ഞെങ്കിലും കുലുസുവിന്റെ മുറിയിലെ ബെഡ് സിംഗിളാണ്. പിന്നെ അവൾ തീർത്തു പറഞ്ഞു അവൾക്ക് ഒറ്റയ്ക്ക് കിടക്കണമെന്ന്. കിട്ടിയ അവസരം മുതലെടുത്ത ഞാൻ കൊച്ചുമ്മയോട് പറഞ്ഞു, എന്റെ റൂമിൽ കിടക്കാം കൊച്ചുമ്മ എന്ന് പറഞ്ഞു. കൊച്ചുമ്മ അത് കേൾക്കേണ്ട താമസം എന്റെ മുറിയിലേക്ക് വന്നു. അങ്ങനെ ആഗ്രഹിച്ച ആ മാധവസുന്ദരിയെ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടി. ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെ പറഞ്ഞു, ആക്രാന്തം വേണ്ട, ഒക്കെ മെല്ലെ മതിയെന്ന്. അങ്ങനെ അന്ന് രാത്രിയും നല്ല മഴയായിരുന്നു, കൂടെ നല്ല തണുപ്പും. തൊട്ടടുത്ത് എൻ്റെ കൊച്ചുമ്മയും. മിന്നലിന്റെ വെളിച്ചത്തിൽ ഞാൻ എൻ്റെ കൊച്ചുമ്മയെ ഒന്ന് നോക്കി. തണുപ്പ് കാരണം കൊച്ചുമ്മ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാനും കൊച്ചുമ്മയോട് ചേർന്ന് കിടന്നു. അപ്രതീക്ഷിതമായി കൊച്ചുമ്മ കണ്ണു തുറന്നു. എന്താ നവാസേ, ഇതുവരെ ഉറങ്ങിയില്ലേ നീ? നല്ല തണുപ്പുണ്ട് കൊച്ചുമ്മ. എന്നാ എൻ്റെ മോൻ കൊച്ചുമ്മയോട് ചേർന്ന് കിടന്നു, അപ്പോ തണുപ്പ് കുറയും, കൊച്ചുമ്മ പറഞ്ഞു. എന്നോടുള്ള ലാളന കൊണ്ട് പറഞ്ഞതാണെങ്കിലും ഞാൻ കൊച്ചുമ്മയോട് ചേർന്ന് കിടന്നു. കൊച്ചുമ്മ ഒരു ചുരിദാറാണ് ഇട്ടിരിക്കുന്നത്. കൊച്ചുമ്മ എന്നെ വീണ്ടും കൊച്ചുമ്മയിലേക്ക് അടുപ്പിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, മോന് ശ്വാസം മുട്ടുന്നുണ്ടോടാ കൊച്ചുമ്മ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ? ഇല്ല കൊച്ചുമ്മ, നല്ല സുഖമുണ്ട്. കൊച്ചുമ്മ ചിരിച്ചുകൊണ്ട് എന്നെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. കൊച്ചുമ്മയ്ക്കും ഈ ചൂട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ കൊച്ചുമ്മയുടെ ചൂടും പറ്റി ഞാൻ കിടന്നുറങ്ങി. രാവിലെ എണീറ്റപ്പോൾ തിരിഞ്ഞു നിന്നെന്തോ തുണി മടക്കുന്ന കൊച്ചുമ്മയാണ് ഞാൻ കണ്ടത്. എന്റെ നവാസ് മോൻ ഇപ്പോ ചെറിയ കുട്ടിയൊന്നും അല്ല കേട്ടോ, കൊച്ചുമ്മ പറഞ്ഞു. കൊച്ചുമ്മയ്ക്ക് ഞാൻ എത്ര വലുതായാലും കുട്ടി തന്നെയല്ലേ കൊച്ചുമ്മ? ഞാൻ ചോദിച്ചു. കൊച്ചുമ്മയ്ക്ക് ഈ നവാസ് മോൻ എന്നും മോനല്ലയോടാ, കൊച്ചുമ്മ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു.
ഇന്നലെ രാത്രി കൊച്ചുമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ എങ്ങനെ ഉണ്ടായിരുന്നു? കൊച്ചുമ്മ ചോദിച്ചു. കൊച്ചുമ്മയെ കെട്ടിപ്പിടിച്ചാൽ ഒരു പ്രത്യേക സുഖം തന്നെയാണ്, ഞാൻ പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രിയും ഞാനും കൊച്ചുമ്മയുമായിട്ടാണ് കിടന്നത്. പക്ഷെ കൊച്ചുമ്മയ്ക്ക് ഇപ്പോഴും ഞാനൊരു കുഞ്ഞാണെന്നുള്ള വിചാരത്തിലാണ് എന്നെ അടുത്ത് കിടത്തുന്നത്. ഞാനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വല്ലാത്ത അവസ്ഥയിൽ. എന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു തെറ്റു വന്നാൽ, കൊച്ചുമ്മ എതിർത്താൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്ത് ചെയ്യാനാ? ഞാൻ ഓരോന്ന് അങ്ങനെ ആലോചിച്ച് കിടന്ന് ഉറങ്ങും. അങ്ങനെ 2-3 ദിവസം അതേ രീതിയിൽ തന്നെ കടന്നുപോയി. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നതുമില്ല. കൊച്ചുമ്മയുടെ അടുത്ത് നിന്ന് എങ്ങോട്ടെങ്കിലും മാറിക്കിടന്നാലോ? അതിനവർ സമ്മതിക്കത്തുമില്ല. കൊച്ചുമ്മയുടെ അടുത്ത് കിടക്കുമ്പോൾ തന്നെ എനിക്ക് തരിച്ചു കയറാൻ തുടങ്ങും. ഞാൻ പ്രായപൂർത്തിയായ ഒരു പുരുഷനല്ലേ? രണ്ടും കൽപ്പിച്ച് ഇന്ന് എന്തെങ്കിലും നോക്കണം. ഇങ്ങനെ പോയാൽ തനിക്ക് ഭ്രാന്ത് വല്ലതും പിടിക്കും. അങ്ങനെ അന്നത്തെ ദിവസവും കൊച്ചുമ്മയുടെ അടുത്ത് തന്നെ കിടന്നു. കുറച്ചു കഴിഞ്ഞു കാണും, ഞാൻ പേടിച്ചു വിറച്ച് കൊച്ചുമ്മയെ ഒന്ന് നോക്കി. പെതുക്കെ കൈവച്ചൊന്ന് സ്പർശിച്ചു. കൊച്ചുമ്മയ്ക്ക് ഒരനക്കവുമില്ല. ഉറങ്ങിയോ? അതോ ഉറക്കം നടിച്ച് കിടക്കുന്നതാണോ? എന്തായാലും പ്രതികരണമൊന്നുമില്ല. സ്വല്പം കഴിഞ്ഞ് ഞാൻ കൈ പതിയെ പിൻവലിക്കാൻ ശ്രമിച്ചതും ഞാൻ ഞെട്ടിപ്പോയി. കൊച്ചുമ്മ എന്റെ കയ്യിൽ കയറി പിടിച്ച് കൈ അവിടെ തന്നെ വെച്ചു. പിന്നെ എന്റെ സുവർണകാലമായിരുന്നു.